ബാലക്കാർ വരാൻ ലേറ്റാവും, ഡാൻസ് കളിക്കാൻ വേണ്ടി അവന്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് പാട്ടിടുന്നു. ഡാൻസ് കളിച്ചൊന്ന് മൂത്തിങ്ങനെ പറഞ്ഞ സമയത്ത് ബാലക്കാർ വരുമ്പോൾ ഇവർ വണ്ടി ഇങ്ങനെ ആ കമ്മിറ്റിക്കാർ സ്റ്റേജിൽ കയറിയിട്ട് വണ്ടി വരാൻ മാറാ ബാബാ. അപ്പം ഞാൻ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് കളിക്കും. ബാബാ മാറേ അവനെ കൊണ്ടാക്കുക. നമ്മളെ ഇറക്കി വിട്ട സ്ഥലത്തുണ്ട്, പരിപാടിക്ക് ചെന്നിട്ട് കാശ് തരാത്ത സ്ഥലത്തുണ്ട്, കൂവിയ സ്ഥലത്തുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മളെ വിളിച്ചിട്ട് പിന്നീടൊരു വേദിയിൽ വലിയ വലിയ ആൾക്കാരോടൊപ്പം ഇരിക്കുക, ഒരു മെമൻ്റ് തരുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. മാട്ടുപട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുക്കുടി മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു പാത്തുമേരെ ആട്ടുകുട്ടി. അത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല, നമ്മളെ വിളിച്ചൊരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല, ഞാൻ വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഒരുപക്ഷെ ഉള്ള ഡ്രസ്സ് നനഞ്ഞു പോയി അത് ഉണക്കിയെടുത്ത് പിന്നെ ഇട്ടുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പോകാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഹോട്ടൽ വരുന്നതിന് മുമ്പുള്ള ബുദ്ധിമുട്ട് അതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. നല്ല വിലയുള്ള ഷർട്ടും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എപ്പിസോഡോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊണ്ട് അങ്ങ് ഇട്ടിട്ട് പോകും. മറ്റേത് അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഇല്ലല്ലോ. അപ്പോൾ ഇവനത് തിരിച്ചതുപോലെ ഒരു 10 പവൻ്റെ ആഭരണം തന്നതുപോലെയാണ് തിരിച്ചതുപോലെ കൊണ്ടു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്.